കവറ്റ് ക്ലാസസിന്റെ 199 രൂപ വിലയുള്ള SSC GD കോൺസ്റ്റബിൾ ടെസ്റ്റ് സീരീസ് ഇപ്പോൾ ലോഞ്ച് ടൈം ഓഫറായ 99 രൂപയ്ക്ക് ലഭ്യമാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി കവറ്റ് ക്ലാസസ് എന്ന് സെർച്ച് ചെയ്യൂ, ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, സ്റ്റോറിൽ കയറി ടെസ്റ്റ് സീരീസ് ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യൂ. SSC GD കോൺസ്റ്റബിൾ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സാം അനാലിസിസ് ബേസ്ഡ് മോഡൽ പേപ്പർ ചെയ്തിരുന്നു മാത്സിൻ്റെ. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ എക്സാമിൽ ചോദിച്ച അതേ പാറ്റേണിൽ തന്നെ ഉള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് പെരിമീറ്റർ ഓഫ് എൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 132√3 സെൻറ്റിമീറ്റർ. ദെൻ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 3 സൈഡും ഈക്വൽ ആയിരിക്കും. 3 സൈഡും ഈക്വൽ ആയിരിക്കും. നമുക്ക് 3 സൈഡും എ എന്നെടുക്കാം. അപ്പോൾ പെരിമീറ്റർ എന്തായിരിക്കും? ചുറ്റളവ് എന്തായിരിക്കും? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 3a. അപ്പോൾ 3a, ഈ 3a ആണ് നമുക്ക് 132√3 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എയുടെ വാല്യൂ എന്തായിരിക്കും? ഒരു സൈഡ് എന്തായിരിക്കും? 132√3/3. എന്താണ് 3 വെട്ടി കളയുമ്പോൾ 44. ഇപ്പം എന്താണ് 44√3 ആയിരിക്കും ആ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്, ഒരു സൈഡ്. ഇനി ഹൈറ്റ് കാണണം. നമുക്ക് ഹൈറ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹൈറ്റ് കാണാൻ വേണ്ടി ഹൈറ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹൈറ്റ് സമം എന്താണ്? ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റിനുള്ള ഇക്വേഷൻ √3/2a ആണ് ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ. ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് സമം എന്താണ്? √3/2a ആണ്. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. √3/2 ഇൻറ്റു നമുക്ക് കിട്ടിയിട്ടുള്ള 44√3. 44√3. ഇപ്പോൾ 2 നമുക്ക് 44 വെട്ടാം. 22 പ്രാവശ്യം. √3 ഇൻറ്റു √3 എന്താണ്? 3 ആണ്. 22 ഇൻറ്റു √3 എത്രയാണ്? 66. അപ്പോൾ 66 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ. എന്താണ്? എ ആണ് ആൻസർ. അടുത്ത്, ഇഫ് ഇൻകം ഓഫ് റാം ആൻഡ് ശ്യാം is in the ratio 7:11 in a week, their expenditure is 2:3. If Ram and Shyam's savings are in the ratio are 5,000 and 8,000 rupees, find the income of Ram and difference between Ram and Shyam's income. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പവഴിയുണ്ട്. അത് ഞാൻ എന്തായാലും പറഞ്ഞുതരും. അപ്പോൾ ഇൻകത്തിൻ്റെ റേഷ്യോ എന്താണ്? ഇൻകത്തിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 7:11 ആണ് ഇൻകത്തിൻ്റെ റേഷ്യോ. എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ എന്താണ്? എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ 2:3 ആണ് എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ. ഇനി സേവ് ചെയ്യുന്നത്, ശ്യാമും റാമും സേവ് ചെയ്യുന്നത് എന്താണ്? 5,000 രൂപയും 8,000 രൂപയാണ് റാമും ശ്യാമും സേവ് ചെയ്യുന്ന പൈസ. അപ്പോൾ ഇത് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻകവും എക്സ്പെൻഡിച്ചറും അതിൻ്റെ റേഷ്യോകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുക, ക്രോസ് ആയിട്ട് ഇൻറ്റു ചെയ്യുക. ഇത് 7 × 3 മൈനസ് 2 × 11. 7 × 3 21 മൈനസ് 2 × 11 22. ഇപ്പം 1 യൂണിറ്റ്. അപ്പം ഈ 1 യൂണിറ്റ് എന്തിനോട് ഈക്വൽ ചെയ്യണം? ഈ 5,000 × 3 മൈനസ് 8,000 × 3. അപ്പോൾ നമ്മൾ നെഗറ്റീവ് സൈൻ എടുക്കണ്ട, നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് എടുത്താലും മതി. അപ്പോൾ 5,000 × 3 15,000. 8,000 × 2 16,000. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 15,000 16,000 തമ്മിലുള്ള ഡിഫറൻസ് 1,000. അപ്പോൾ 1,000. അപ്പോൾ 1 യൂണിറ്റ് 1,000 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇൻകമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 7 യൂണിറ്റ് എന്താണ്? 7 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റാമിൻ്റെ ഇൻകം. അപ്പോൾ റാമിൻ്റെ ഇൻകം 7 യൂണിറ്റ്. അപ്പോൾ 7 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 7 × 1000. 1 യൂണിറ്റ് 1000 ആണ്. 7 × 1000 7,000 ആണ് റാമിൻ്റെ ഇൻകം. അപ്പോൾ ശ്യാമിൻ്റെ ഇൻകം എന്താണ്? ശ്യാമിൻ്റെ ഇൻകം എന്ന് പറയുമ്പോൾ 11 യൂണിറ്റ് ആണ്. 11 യൂണിറ്റ്. അപ്പോൾ 11 × 1000 11,000. അപ്പോൾ ഇതാണ് റാമിൻ്റെയും ശ്യാമിൻ്റെയും ഇൻകം. ചോദിച്ചിട്ടുള്ളത് റാമിൻ്റെ ഇൻകവും പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ റാമിൻ്റെയും ശ്യാമിൻ്റെയും ഇൻകവും. റാമിൻ്റെ ഇൻകം 7,000, റാമിൻ്റെ ഇൻകം 7,000, ശ്യാമിൻ്റെ ഇൻകം 11,000. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് വരുന്നത് 4,000. അപ്പോൾ ഓപ്ഷൻ എന്താണ്? സി ആണ് ഓപ്ഷൻ. റാമിൻ്റെ 7,000, ഡിഫറൻസ് 4,000. അപ്പോൾ അടുത്ത കണക്ക് നോക്കാം. അടുത്ത കണക്കിൽ മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ 0.16 ആൻഡ് 0.64 ഈസ്. അപ്പോൾ മീൻ പ്രൊപ്പോർഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്?
മീൻ പ്രൊപ്പോർഷൻ, രണ്ട് സംഖ്യയുടെ മീൻ പ്രൊപ്പോർഷൻ സമം എന്തായിരിക്കും? മീൻ പ്രൊപ്പോർഷൻ സമം റൂട്ട് ഓഫ് ആ രണ്ട് സംഖ്യകളുടെ ഇൻറ്റു, അതായത് 0.16 ഇൻറ്റു 0.64 എന്തായിരിക്കും? ആ രണ്ട് സംഖ്യകളുടെ പ്രൊഡക്റ്റിൻ്റെ റൂട്ടായിരിക്കും മീൻ പ്രൊപ്പോർഷൻ, അവ തമ്മിലുള്ള മീൻ പ്രൊപ്പോർഷൻ. അപ്പോൾ ഇത് തമ്മിലുള്ള റൂട്ട് എന്താണ്? 0.16ൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 0.4 ആണ്. 0.64ൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 0.8 ആണ്. അപ്പോൾ 8 × 4 എത്ര? 32. അപ്പോൾ 0.32. 0.32 ആയിരിക്കും അവ തമ്മിലുള്ള മീൻ പ്രൊപ്പോർഷൻ. എന്താണ്? ഡി ആണ് ആൻസർ. അപ്പോൾ ഈ കണക്കിൽ ഇൻ ഫസ്റ്റ് 32 ഓവേഴ്സ് എ ക്രിക്കറ്റ് മാച്ച് റൺ റേറ്റ് വാസ് 7.2 റൺസ് പെർ ഓവർ. വാട്ട് ഇസ് ദ റിക്വയർഡ് റൺ റേറ്റ് ഇൻ ദ റിമൈനിങ് 18 ഓവേഴ്സ് ടു റീച്ച് ടാർഗറ്റ് 297 റൺസ്? അപ്പോൾ ഫസ്റ്റ് 32 ഓവേഴ്സിൽ റൺ റേറ്റ് 7.2 റൺസ് പെർ ഓവർ ആയിരുന്നു. അപ്പോൾ ഇനി 18 ഓവറിൽ 297 എന്നുള്ള ടാർഗറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര റൺ റേറ്റിൽ പോകണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ 32 ഓവറിൽ 7.2 ആണ് റൺ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് 32 ഓവറിൽ എടുത്ത റൺ എത്രയാണെന്ന് നോക്കാം. 32 × 7.2 എത്രയാണ്? 2 2 4 6 0 2 23. അപ്പം 230.4 റൺസാണ് അവർ ഇതുവരെ എടുത്ത് 32 റണ്ണിൽ എടുത്ത റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 230.4 ആണ്. അപ്പോൾ ബാക്കി എത്ര ഉണ്ട് നോക്കാം. 297 ആണ് ടാർജറ്റാണ് 297. അപ്പോൾ ബാക്കി 230, ബാക്കി ഇനി എത്ര എടുക്കണം? 18 ഓവറിൽ ഇനി എത്ര എടുക്കണം നോക്കാം. 6 6 6 66.6 റൺസ് ഇനി എടുക്കാനുണ്ട്. 18 ഓവറുള്ളൂ, 66.6 റൺസ് ഇനിയും എടുക്കാനുണ്ട്. അപ്പോൾ എത്ര റൺ റേറ്റിൽ പോകണം? 66.6 / 18. അപ്പോൾ എത്രയാണ്? 9 വെട്ടുമ്പോൾ 2. ഇവിടെ എത്രയാണ്? 7.4. അപ്പോൾ 2 വെട്ടുമ്പോൾ എത്രയാണ്? 3.7. അപ്പോൾ എത്രയാണ് റൺ റേറ്റ് എന്ന് പറഞ്ഞാൽ 3 റൺസ് പെർ ഓവർ എന്ന ഒരു റൺ റേറ്റിൽ നമ്മൾ പോകണം. അപ്പോൾ എന്താണ് ആൻസർ? ഡി ആണ് ആൻസർ. അപ്പോൾ കൺവേർട്ട് 36 km/h ഇൻറ്റു മീറ്റർ/സെക്കൻഡ്. അപ്പോൾ 36 km/h ആണ്. അതിനെ മീറ്റർ/സെക്കൻഡിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? മീറ്റർ/സെക്കൻഡിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ചെറിയ അളവാണ്, ചെറിയ അളവിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? 5/18 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അതായത് മുകളിൽ ചെറിയ അളവ് വെച്ചിട്ടുള്ള 5/18 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ 18 വെട്ടുമ്പോൾ 2, 5 × 2 എത്രയാണ്? 10 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ എന്താണ് ആൻസർ? എ ആണ് ആൻസർ. The greatest number which on dividing 384, 513, 769, 1020 leaves remainder 3, 5, 7, 4 respectively is. അപ്പോൾ ഈ സംഖ്യകളെ 384നെയും 513നെയും 769നെയും 1020നെയും ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 5, 7, 4 ഇങ്ങനെ കിട്ടണം. അപ്പോൾ ഈ കണക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? ഈ കണക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 384, 513, 769, 1020 ഇതിൽ നിന്നും ഈ സംഖ്യകൾ, ഈ റിമൈൻഡേഴ്സ് കുറയ്ക്കുക. അതായത് 384 നിന്ന് 3 കുറയ്ക്കുക. അപ്പോൾ എത്രയാണ്? 381. 513 നിന്ന് 5 കുറയ്ക്കുക. അപ്പോൾ എത്രയാണ്? 508. ഈ 769 നിന്ന് റിമൈൻഡർ കിട്ടേണ്ടത് 7 ആണ്. അപ്പോൾ 7 കുറയ്ക്കുക. എത്രയാണ്? 762. ഈ 1020 നിന്ന് 4 കുറയ്ക്കാം. അപ്പോൾ 1016. ഇനി ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം? ഈ സംഖ്യകളുടെ എല്ലാത്തിൻ്റെയും ഡിഫറൻസ്, ഇവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അപ്പം എന്താണ്? 381ഉം 506 തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 127 ആണ് ഡിഫറൻസ്. അപ്പോൾ 127 ഡിഫറൻസ്. ഇനി കാണേണ്ടത് 508ഉം 762 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ എത്ര കിട്ടും? 254 കിട്ടും. 762ഉം 1016 തമ്മിലുള്ള ഡിഫറൻസ് കിട്ടും 254. ഇനി നമുക്ക് ആൻസറിലുള്ള സംഖ്യ കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ 177ൻ്റെയും 254ൻ്റെയും 254ൻ്റെയും ഈ 3 ഡിഫറൻസുകളുടെ HCF എടുക്കണം. ഈ ഡിഫറൻസുകളുടെ HCF എടുക്കണം, കാണണം.
അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ ഡിഫറൻസുകളുടെ HCF എന്താണ്? 177 ഉണ്ട്, 254 ഉണ്ട്. ഈ 254 എന്താണ്? 177 ഇൻറ്റു 2 ആണ് 254. അപ്പോൾ HCF എന്തായിട്ട് വരും? HCF എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള സംഖ്യ. 177 ഇൻറ്റു 2 ആണിത്, ഇതും 177 ഇൻറ്റു 2 ആണ്. അപ്പോൾ കോമൺ ആയിട്ട് എന്തുണ്ട്? കോമൺ ആയിട്ട് 177 എല്ലാത്തിലും ഉണ്ട്. അപ്പം എന്താണ് HCF? എന്താണ് HCF എന്ന് പറയുന്നത്? ഈ ഡിഫറൻസുകളുടെ HCF എന്താണ്? 127 ആണ്. അതാണ് നമ്മുടെ ആൻസർ. എന്താണ്? ഡി ആണ് ആൻസർ. അപ്പോൾ അടുത്ത കണക്ക് നോക്കാം. എ ട്രെയിൻ ഹാവിംഗ് എ ലെങ്ത് ഓഫ് 500 meter passes through a tunnel of 1000 meter in 1 minute. What is the speed of train in kilometer per hour? അപ്പോൾ ട്രെയിൻ ഒരു 500 മീറ്റർ ഉള്ള ലെങ്ത് ഉള്ള ഒരു ട്രെയിൻ 1000 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ടണലിൽ കൂടെ 1 മിനിറ്റിൽ കവർ ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്പീഡ്, ട്രെയിനിൻ്റെ സ്പീഡ് എന്താണെന്നാണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ട്രെയിൻ 500 മീറ്റർ ആണ് ഒരു ട്രെയിനിൻ്റെ ലെങ്ത്ത്. ഒരു ടണൽ ഇവിടെ തുടങ്ങുകയാണ്. ആ ടണലിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മീറ്റർ ആണ്. 1000 മീറ്റർ ട്രെയിനിൻ്റെ 500 മീറ്റർ. ഇതാണ് ട്രെയിൻ. ഇപ്പോൾ ട്രെയിൻ പോവാണ്. ട്രെയിൻ പോയിട്ട് ടണൽ ക്രോസ് ചെയ്യണം. ടണൽ ക്രോസ് ചെയ്യുന്നപ്പോഴാണ് ട്രെയിനിൻ്റെ ഈ പിൻഭാഗവും ഈ ടണൽ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴാണ് ട്രെയിൻ ടണൽ ക്രോസ് ചെയ്യാന്ന് പറയാം. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രെയിന് കവർ ചെയ്യേണ്ടതാണ്, ഈ ടണലും കവർ ചെയ്യണം, ട്രെയിനിൻ്റെ ആ ലെങ്ത്തും കവർ ചെയ്യണം. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 500 + 1000, അതായത് 1500 മീറ്റർ ആണ് ട്രെയിന് ആ ടണൽ ക്രോസ് ചെയ്യാൻ വേണ്ടി കവർ ചെയ്യേണ്ടത്. അപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡ് കാണാൻ വേണ്ടി സ്പീഡ് എന്താണ്? സ്പീഡ് സമം എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഇപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? 1500 മീറ്റർ ആണ്. 1500 മീറ്റർ ബൈ ടൈം എത്രയാണ്? 1 മിനിറ്റ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. അപ്പോൾ നമുക്ക് നോക്കാം. 150/6 ഇതെന്താണ്? ഇത് മീറ്റർ പെർ സെക്കൻഡിലാണ് കിട്ടുക. ഇനി ഇത് കിലോമീറ്റർ പെർ അവറിലാക്കണം നമുക്ക്. ഇപ്പോൾ കിലോമീറ്റർ പെർ അവറിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? 150/6 ഇൻറ്റു കിലോമീറ്റർ പെർ അവർ എന്ന് പറയുമ്പോൾ വലിയ സംഖ്യയാണ്. അപ്പോൾ എന്താണ്? 18/5 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ എന്താണ്? നമുക്ക് നോക്കാം. 6ൽ 18 3 പ്രാവശ്യം, 5ൽ 30, 30 × 3 എത്രയാണ്? 90 കിലോമീറ്റർ പെർ അവർ. ആൻസർ എന്താണ്? ബി ആണ് ആൻസർ. ബി. അപ്പോൾ അടുത്ത്, ടു കംപ്ലീറ്റ് എ ടാസ്ക് ഡാനിഷ് ഈസ് 25% മോർ എഫിഷ്യൻറ്റ് ദാൻ ഡോളി. ഇഫ് ടുഗദർ ദേ ടേക്ക് 20 days ടു കംപ്ലീറ്റ് ദ വർക്ക്, ഹൗ മെനി ഡേയ്സ് ഡാനിഷ് വിൽ കംപ്ലീറ്റ് ദിസ് ടാസ്ക് അലോൺ? അപ്പോൾ ഡാനിഷ് 25% കൂടുതലാണ്, എഫിഷ്യൻ്റ് ആണ് ഡോളിനേക്കാളും. അവർ രണ്ടുപേരും കൂടിയിട്ട് 20 ദിവസം എടുക്കും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡാനിഷ് മാത്രം ജോലി ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ 25% എന്ന് പറയുമ്പോൾ 25%ൻ്റെ നമ്മുടെ ഫ്രാക്ഷൻ എന്താണ്? 1/4. അപ്പോൾ ഡാനിഷ് ഉണ്ട്, ഡോളി ഉണ്ട്. അപ്പോൾ ഡാനിഷ് ഇതിൽ നിന്ന് നമുക്ക് നോക്കാം, ഫ്രാക്ഷൻ നോക്കാം. അപ്പോൾ ഡാനിഷ് 25% എഫിഷ്യൻ്റ് ആണ് ഡോളിനേക്കാൾ. അപ്പോൾ ഡോളിയുടെ എഫിഷ്യൻസി 4 ആണെങ്കിൽ ഡാനിഷിൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും? 4 + 1 5 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 20 ദിവസം എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടിയിട്ട് 20 ദിവസം എടുക്കും വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ടോട്ടൽ വർക്ക് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു എന്താണ്? ഈ ഡാനിഷിൻ്റെയും ഡോളിയുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള എഫിഷ്യൻസി അതെന്താണ്? 5 + 4 9. ഇപ്പോൾ എത്രയാണ്? 180 വർക്കാണ് അവർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡാനിഷ് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. ഡാനിഷ് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? ടോട്ടൽ വർക്ക് ബൈ ഡാനിഷിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 5. ഇപ്പോൾ എത്രയാണ്? 3 6 36 ദിവസം കൊണ്ടാണ് ഡാനിഷ് ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പം എന്താണ്? എ ആണ് ആൻസർ, എ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് അടുത്ത കണക്ക് നോക്കാം. അടുത്ത കണക്ക്, ഇഫ് മോഡ് ഈസ് 8 ആൻഡ് മീൻ മൈനസ് മീഡിയൻ ഈസ് 12, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് മീൻ. അപ്പോൾ ഈ കണക്ക് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? മോഡ് 8 എന്നുണ്ട്, മീൻ മൈനസ് മീഡിയൻ 12 എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മീൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. മീൻ മൈനസ് മോഡ് സമം 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ.
ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഒന്നുണ്ട്? മീൻ മൈനസ് മീഡിയൻ. മീൻ മൈനസ് മീഡിയൻ ഈ പോർഷൻ തന്നിട്ടുണ്ട്, നമുക്ക് മോഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കാണാനുള്ള മീനാണ്. അപ്പോൾ മീൻ മൈനസ് മോഡ് എത്രയാണ്? 8 സമം 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ എത്രയാണ്? 12. അപ്പോൾ മീൻ മൈനസ് മീഡിയൻ 3 ഇൻറ്റു 12 36 അപ്പോൾ മീൻ എന്താണ്? മീൻ എന്ന് പറയുമ്പോൾ 8 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +8 ആവും. +8 ആവുമ്പോൾ എത്രയാണ് ആൻസർ? 44 നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ എത്രയാണ്? ഡി ആണ് ആൻസർ, ഡി. അടുത്തത് 3 ടാപ്സ് MNO together can fill the tank in 16/7 minutes. The tap N alone can fill it in 18 minutes and tap O alone can fill it in 4 minutes. How long will the tap M alone take to fill the tank? അപ്പോൾ M ഉണ്ട്, N ഉണ്ട്, O ഉണ്ട്. അപ്പോൾ M+N+O, അതായത് എമ്മും എന്നും ഓയും കൂടിയിട്ട് ടുഗദർ ഒരു ടാങ്ക് ഫില്ല് ചെയ്യുന്നത് എത്രയാണ്? 16/7 മിനിറ്റിലാണ് ഫില്ല് ചെയ്യുന്നത്. N ആണെങ്കിൽ എത്രയാണ്? N 16 മിനിറ്റിൽ ഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. O 4 മിനിറ്റിൽ ഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ M മാത്രം കൂടിയിട്ട് M മാത്രമായിട്ട് എത്ര മിനിറ്റിലാണ് ടാങ്ക് ഫില്ല് ചെയ്യാന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിത് കാണുമ്പോൾ എന്ത് ചെയ്യും? ഇതിന്റെ LCM എടുക്കാം. ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ LCM എടുക്കാം. അതായത് 16ന്റെയും 4ന്റെയും ഈ മുകളിൽ കിടക്കുന്ന 16ന്റെയും LCM എടുക്കാം. അപ്പൊ എത്രയാണ് അതിന്റെ LCM? 16 ആണ് അതിന്റെ LCM. ഇനി ഇതാണ് ടോട്ടൽ കപ്പാസിറ്റി. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റി ഇനി എഫിഷ്യൻസി കാണണം. ഈ M+N+Oയുടെ എഫിഷ്യൻസി കാണാൻ എന്ത് ചെയ്യും? ടോട്ടൽ ബൈ ടൈം ടേക്കൺ. ഇപ്പൊ എത്രയാണ്? 16/16/7. എത്രയാണ്? 7 ആണ്. ഓയുടെ എഫിഷ്യൻസി എത്രയാണ്? ഓയുടെ എഫിഷ്യൻസി 16/4 4. എൻ്റെ എഫിഷ്യൻസി 16/16 1. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ 16ന്റെ ഈ മുകളിൽ കിടക്കുന്ന ടൈമിന്റെ മാത്രം എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 16ന്റെ ഈ LCM നമുക്ക് അതിന്റെ ആവശ്യമുള്ളൂ. കാരണം ഈ LCM ബൈ 16/7 ചെയ്യുമ്പോൾ എന്ത് വരും? ഈ 7 മുകളിൽ പോയിട്ട് നമ്മുടെ 16 ക്യാൻസൽ ആവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 16ന്റെ മാത്രം നമുക്ക് എടുത്തത്. അതായത് നമുക്ക് ഈ 7ന്റെയും കൂടി എടുക്കേണ്ട ആവശ്യമില്ല. അത് ക്യാൻസൽ ആയി പോക്കോളും. 7 ടൈം മുകളിൽ വന്നിട്ട് അത് ക്യാൻസൽ ആയി പോക്കോളും. ബാക്കിയുള്ള ടൈം ക്യാൻസൽ ആയി പോക്കോളും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്. അപ്പോൾ 1 4 7. അപ്പൊ M+N+O 7 ആണ്. N+O എന്ന് പറയുന്നത് 4+1 5 ആണ്. അപ്പോൾ M എന്തായിരിക്കും? M 7 - 5 എത്രയാണ്? 2 ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ M മാത്രമായിട്ട് എത്ര സമയം കൊണ്ട് ഫില്ല് ചെയ്യും? ടോട്ടൽ M മാത്രമായിട്ട് എങ്ങനെയാണ്? ടോട്ടൽ കപ്പാസിറ്റി ബൈ എഫിഷ്യൻസി, എമ്മിന്റെ എഫിഷ്യൻസി. അപ്പൊ എത്രയാണത്? 16/2 എത്രയാണ്? 8 മിനിറ്റ്. 8 മിനിറ്റ് ആണ് എമ്മിന് എടുക്കുക. എമ്മിന് മാത്രമായിട്ട് എടുക്കുന്നത് 8 മിനിറ്റ് ആണ്. 24 എന്താണ് ആൻസർ? ഡി ആണ് ആൻസർ. അപ്പോൾ വാട്ട് ഷുഡ് ബി ആഡഡ് ടു 7800 ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ? അപ്പോൾ ഈ ഒരു കണക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇത് വളരെ സിമ്പിൾ കണക്കാണ്. നമുക്ക് ഓപ്ഷനിൽ നിന്ന് മാർക്ക് ചെയ്യാൻ പറ്റുന്ന കണക്കാണ്. കാരണം എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ വേണ്ടിയിട്ട് ഈ സംഖ്യയോട് കൂടെ 7800 കൂടെ എത്ര ആഡ് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരു കാര്യം കൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ള എന്താണ്? ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസാനത്തെ ഡിജിറ്റ്? എന്തൊക്കെ വരാം? 1 4 വരാം, 5 വരാം, 6 വരാം, 9 വരാം, 0 വരാം. അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 4 5 9 0. ഈ സംഖ്യകളിൽ ഏതെങ്കിലും ആയിരിക്കും. ഈ സംഖ്യകൾ വന്നാൽ മാത്രമേ അത് പെർഫെക്റ്റ് സ്ക്വയർ ആവുള്ളൂ. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് പരിചയമുള്ള സ്ക്വയർ എല്ലായിടത്തും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതിന്റെ അവസാനത്തെ ഡിജിറ്റ് ഈ സംഖ്യകൾ 1 4 5 6 9 0 ഇവയിൽ ഏതെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇതനുസരിച്ച് ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? ഇവിടെ എന്താണ് ലാസ്റ്റ് ഡിജിറ്റ്? ഇതിനോട് കൂടെ ആഡ് ചെയ്യുമ്പോൾ 700 കൂടെ ആഡ് ചെയ്യുമ്പോൾ 107 ആഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 7 ആവും. ഇപ്പം എന്താണ്? ഈ സംഖ്യ അല്ല, 7 നമുക്ക് പോസിബിൾ അല്ല. ഇനിയിപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 3 ആവും. ഇത് ആഡ് ചെയ്യുമ്പോൾ 423 ആഡ് ചെയ്യുമ്പോൾ 3 ആവും. ഇതും പോസിബിൾ അല്ല. ഈ 212 ആഡ് ചെയ്താലോ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 ആവും. അപ്പം എന്താണ്? ഇതും പോസിബിൾ അല്ല. അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്താണ്? 121 ആണ്. അപ്പം എന്താണ് ആൻസർ? ബി ആണ് ആൻസർ. ബി ഓപ്ഷൻ
നമുക്ക് ഓപ്ഷൻ നോക്കിയിട്ട് മാർക്ക് ചെയ്യാമെന്നുള്ള ഒരു കണക്കാണത്. അപ്പോൾ എല്ലാവരും ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ അടുത്ത കണക്ക് നോക്കാം. ഇഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി ഫോർ 2 years at 5% per annum is 50 rupees 50, compound interest at the same rate and same time is. സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 2 വർഷത്തേക്ക് 5% പെർ ആനമിൽ 50 രൂപയാണ്. ഇപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് കാണുന്നുണ്ട്. സെയിം എമൗണ്ട്, സെയിം റേറ്റ്, സെയിം ടൈമിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? 2 വർഷത്തേക്ക് 5% 50 രൂപയാണ്. അതായത് 2 വർഷത്തേക്ക് നമുക്ക് 50 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു വർഷം എത്രയായിരിക്കും? ഒരു വർഷം 25 രൂപയായിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ 5% നമുക്ക് 25 കിട്ടുന്നത്. അപ്പോൾ എത്രയാണ് നമുക്ക് ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കണം? 100% എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എത്രയാണ് 100%? 100% കണ്ടുപിടിക്കാൻ × 20 ചെയ്യാം. അപ്പോൾ എത്രയാണ്? 25 × 20 500. അപ്പോൾ 500 രൂപയായിരിക്കും 100%. ഈ ഒരു സംഖ്യയുടെ 100% 500 ആയിരിക്കും. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് കിട്ടി 500 ആണ് കിട്ടി. 500 രൂപയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടി. അപ്പോൾ ഇനി എന്ത് കണ്ടുപിടിക്കണം? ഇനി നമുക്ക് കണ്ടുപിടിക്കണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. എന്താണ്? 500ന് 2 വർഷത്തേക്ക് എത്രയാണ്? 5% പലിശയിൽ എത്ര കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരും എന്ന് കണ്ടുപിടിക്കാം. 5% എന്ന് പറയുമ്പോൾ 1/20 ആണ് 5%. അപ്പോൾ 500 × 1/20 എത്രയാണ്? 500 × 1/20 25. ഫസ്റ്റ് ഇയറിൽ 25 ആയിരിക്കും. രണ്ടാമത്തെ വർഷം ഇതുപോലെ തന്നെ 25 വരും. അതായത് 5%. ഇതിൻ്റെ 5% 25 വരും. പക്ഷേ രണ്ടാമത്തെ വർഷം ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കാരണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് വർഷത്തെ ഈ ഇൻട്രസ്റ്റിൻ്റെ 5% കൂടി ഇവിടെ വരും. രണ്ടാമത്തെ വർഷം വരും. അപ്പം എന്താണ്? 25 × 1/20 എത്രയാണ്? 1.25 rupees. അപ്പോൾ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ്? ഈ എല്ലാ സംഖ്യകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയി. അതായത് 25 + 20 25 50. 50 + 1.25 എത്രയാണ്? 51.25. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ്? 51.25 ആണ് ആൻസർ. എത്രയാണ്? ബി ആണ് ആൻസർ. അപ്പോൾ നമുക്ക് ഈ കണക്ക് നോക്കാം. എന്താണ്? ABC can do a piece of work in 10 days, 20 days, 15 days respectively working alone. How soon can the work be done if A is assisted by B and C on alternate days? അപ്പോൾ എക്കും ബിക്കും സിക്കും കൂടിയിട്ട് എക്ക് തനിയെ 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വർക്ക്, ബിക്ക് 20 ദിവസം കൊണ്ടും സിക്ക് 15 ദിവസം കൊണ്ടും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തനിയെ വർക്ക് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഹൗ സൂൺ, അതായത് എ അസിസ്റ്റഡ് ബൈ ബി, അതായത് ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ എക്ക് ഒരു ദിവസം ബി അസിസ്റ്റ് ചെയ്യും, പിന്നെ രണ്ടാമത്തെ ദിവസം എക്ക് ഒരു ദിവസം സി അസിസ്റ്റ് ചെയ്യും. അങ്ങനെ ആൾട്ടർനേറ്റ് ഡേയ്സിൽ ബിയും സിയും എനെ അസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട്, ടോട്ടൽ ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താണ്? എ ഉണ്ട്, നമുക്ക് ബി ഉണ്ട്, സി ഉണ്ട്. എക്ക് 10 ദിവസം എടുക്കും, ബിക്ക് 20 ദിവസം എടുക്കും, സിക്ക് 15 ദിവസം എടുക്കും. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് എന്തെടുക്കും? നമ്മൾ ഈ 10ൻ്റെയും 20ൻ്റെയും 15ൻ്റെയും LCM എടുക്കും. എന്താണ്? 60 ആണ്. 60 ടോട്ടൽ വർക്ക് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എഫിഷ്യൻസി കാണണം. എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി കാണണം. അതെങ്ങനെ കാണും? ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അപ്പോൾ എത്രയാണ്? 60/15 എത്രയാണ്? 4. അപ്പോൾ ബിയുടെ എത്രയാണ്? 60/20 3. എയുടെ 60/10 6. അപ്പോൾ എഫിഷ്യൻസിയുടെ അർത്ഥം എന്താണ്? എ ഒരു ദിവസം 6 വർക്ക് കംപ്ലീറ്റ് ചെയ്യും, ബി ഒരു ദിവസം 3 വർക്ക് കംപ്ലീറ്റ് ചെയ്യും, സി ഒരു ദിവസം 4 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഡേ എന്താണ്? ഫസ്റ്റ് ഡേ എയുടെ കൂടെ വർക്ക് ചെയ്യുന്നത് ആരാണ്? ബി ആയിരിക്കും. സെക്കൻഡ് ഡേ എന്തായിരിക്കും? സെക്കൻഡ് ഡേ എയുടെ കൂടെ വർക്ക് ചെയ്യുന്നത് സി ആയിരിക്കും. പിന്നെ മൂന്നാമത്തെ ദിവസം വരുമ്പോൾ എന്താണ്? മൂന്നാമത്തെ ദിവസം വീണ്ടും എയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരായിരിക്കും? എയുടെ കൂടെ വർക്ക് ചെയ്യുന്നത് ബി ആയിരിക്കും. അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ബിയും സിയും എയുടെ കൂടെ വർക്ക് ചെയ്യണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? ഫസ്റ്റ് ദിവസം എക്ക് എത്രയാണ്? ഒരു ദിവസം 6 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പം 6 പ്ലസ് ബിക്ക് 3 വർക്കും. അപ്പം എത്രയാണ്? 9 വർക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യും ഫസ്റ്റ് ഡേ. സെക്കൻഡ് ഡേ സി ആണ്, ബിക്ക് പകരം സി ആണ്. അപ്പോൾ എ ഒരു ദിവസം 6 വർക്ക് കംപ്ലീറ്റ് ചെയ്യും, സി എന്താണ്? സി ഒരു ദിവസം 4 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ 10 വർക്ക് എയും സിയും കൂടി രണ്ടാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ 2 ദിവസം കൂടുമ്പോൾ 19 വർക്കാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എത്ര സെറ്റ് വേണം നമുക്ക്? 60 ആവണം. നമുക്ക് ടോട്ടൽ വർക്ക് 60 ആണ്. അപ്പോൾ 19 ×
3 എന്തിനാണ് 57ആണ്. അപ്പോൾ 3 സെറ്റ്, ഇങ്ങനെ ഒരു 3 സെറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ 57 ആവും. അതായത് 3 സെറ്റ് എന്ന് പറയുമ്പോൾ 6 ദിവസം, 6 ഡേയ്സ്. അതായത് ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ 2 ഡേയ്സ് ആണ്, 2 ദിവസമാണ്. അപ്പോൾ 3 സെറ്റ്, ഇതുപോലെ 3 സെറ്റ് ആയി കഴിഞ്ഞാൽ 57 വർക്ക് കംപ്ലീറ്റ് ആവും. അതായത് 6 ദിവസം കൊണ്ട് ഇവർ 57 വർക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ ഏഴാമത്തെ ദിവസം ആരാ വരുന്നത്? വീണ്ടും എയും ബി ആണ് വരുന്നത്. അവരെത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യും ഒരു ദിവസം കൊണ്ട്? ഒരു ദിവസം കൊണ്ട് അവർ 9 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ 57 കഴിഞ്ഞിട്ട് ബാക്കി 60 ആവാൻ വേണ്ടിയിട്ട് എത്ര വർക്ക് ഉണ്ടെങ്കിൽ ബാക്കി 3 വർക്കേ ബാക്കിയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ടൈം വേണ്ടി വരും? എയും ബിയും കൂടി 9 വർക്കാണ് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ 3 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് 3/9, അതായത് 1/3 സമയം മതി. അപ്പോൾ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ഡേയ്സ് എടുക്കും? അതായത് 6 ഡേയ്സ് പ്ലസ് 1/3 ദിവസവും, അതായത് 6 1/3 ദിവസം നമുക്ക് ടോട്ടലായിട്ട് എടുക്കും. അപ്പം എന്താണ് ആൻസർ? ബി ആണ് ആൻസർ. 6 1/3 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മോഡൽ പേപ്പറാണ്. ഇത് ജസ്റ്റ് എല്ലാവരും ചെയ്ത് നോക്കുക. വരുന്ന ഷിഫ്റ്റുകളിലും ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദം എന്ന് വയ്ക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.